ഐസ്ക്രീമിന്റെ പിന്നിലെ സൈക്കോളജി എന്താണെന്ന് നോക്കിയാലോ? ഒരു സ്കൂപ്പ് ഐസ്ക്രീം നമ്മളെ ഇത്രയധികം സന്തോഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരം സയൻസിലും നമ്മുടെ ഇമോഷൻസിലുമൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഐസ്ക്രീം കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അതുകൊണ്ടാണ് ഐസ്ക്രീം ഒരു ഭക്ഷണം എന്നതിലുപരി ഒരു പവർഫുൾ മൂഡ് ലിഫ്റ്ററായി മാറുന്നത്. ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുന്നത്. ടെൻഷൻ വരുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നത് ഇതുകൊണ്ടാണ്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് കൂടുതൽ ഫാറ്റും ഷുഗറുമുള്ള ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ പാകത്തിലാണ് നമ്മുടെ ബ്രെയിൻ. പക്ഷേ ഇതെപ്പോഴും കഴിച്ചാൽ ഒരേ ഫീൽ കിട്ടുമോ? നമ്മുടെ ബ്രെയിൻ അതിനോട് പൊരുത്തപ്പെടാൻ തുടങ്ങും. അമേരിക്കൻ ജേർണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിലെ ഒരു പഠനം ഇതേപ്പറ്റി പറയുന്നുണ്ട്. സ്ഥിരമായി ഐസ്ക്രീം കഴിക്കുന്നവരുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം അത്ര ആക്റ്റീവ് അല്ലെന്ന് ആ പഠനം കണ്ടെത്തി. അതായത് ലഹരി ഉപയോഗിക്കുമ്പോൾ കാണുന്ന അതേ ടോളറൻസ് എഫക്റ്റ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ബ്രെയിനിന്റെ കാര്യം വിടാം. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫ്ലേവറിന് നിങ്ങളുടെ സ്വഭാവത്തെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഡോക്ടർ അലൻ ഹിർഷിന്റെ പഠനമനുസരിച്ച് ഓരോ ഫ്ലേവറിനും ഓരോ തരം വ്യക്തിത്വവുമായി ബന്ധമുണ്ട്. ഏത് ഫ്ലേവർ കഴിക്കുന്നു എന്നത് മാത്രമല്ല, അതെങ്ങനെ കഴിക്കുന്നു എന്നതിലും കാര്യമുണ്ട്. ജോ ഹെമ്മിങ്സ് പറയുന്നത് ഐസ്ക്രീം കടിച്ചു കഴിക്കുന്നവർ ഭയമില്ലാത്ത എക്സ്ട്രോവേർട്ടുകളാണെന്നാണ്. അതേസമയം നക്കിക്കഴിക്കുന്നവർ കുറച്ചുകൂടി ക്ഷമയുള്ളവരും ആസ്വദിച്ച് കഴിക്കുന്നവരുമാണ്. ഇനി കുറേശ്ശെയായി കഴിക്കുന്നവരുണ്ടല്ലോ, അവർ കൂടുതൽ ചിന്താശീലരും ശ്രദ്ധാലുക്കളുമായിരിക്കും. അപ്പോൾ ഒരു ഡോപ്പാമിൻ റഷ് മുതൽ നിങ്ങളുടെ സ്വഭാവം വരെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമിൽ ഒരുപാടുണ്ട്.